നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാങ്കുകളിൽ ഇനി വെള്ളിയും പണയം വെക്കാം. പുതിയ നിയമം അടുത്ത വർഷം ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വരും. F&O, ഷോർട്ട് സെല്ലിംഗ്, ഷെയർ ബൈബാക്ക് തുടങ്ങിയ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് സെബി. ലക്ഷ്യം വിപണിയിലേക്കുള്ള പണമൊഴുക്ക് വർദ്ധിപ്പിക്കലും നിക്ഷേപക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലും. ട്രംപ് ഇന്ത്യയിലേക്ക് സന്ദർശനം അടുത്ത വർഷമെന്ന് സൂചന. മോദിയെ മഹാനെന്ന് വിശേഷിപ്പിച്ച് ട്രംപ്. GST നിയമ ഭേദഗതി 2026 ധനകാര്യ ബില്ലിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഫാസ്റ്റ് ട്രാക്ക്, GST രജിസ്ട്രേഷൻ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി ഘടന എന്നിവയിൽ മാറ്റം വരും. വാഹന വിൽപ്പന റെക്കോർഡ് ഉയരത്തിൽ. വാഹന രജിസ്ട്രേഷൻ 40.5% ഉയർന്ന് 4.02 ദശലക്ഷം യൂണിറ്റിലെത്തി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി മൂന്നാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 94.73 പോയിന്റ് ഇടിഞ്ഞ് 83,216.28 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 17.4 പോയിന്റ് ഇടിഞ്ഞ് 25,492.3 എത്തി. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും മുഹമ്മദ് സഫ്വാൻ ചേരുകയാണ്. സഫ്വാൻ, വിപണിയുടെ തുടർച്ചയായ ഇടിവിന് കാരണമെന്താണ്? ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഹവേഴ്സിൽ നല്ലൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ക്ലോസിംഗ് അടുക്കൂടെ നല്ലൊരു റീകവറി ക്യാനിൽ ബാങ്ക് നിഫ്റ്റിയിൽ, എക്സ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിലെല്ലാം സ്ട്രോങ് ക്യാനിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 57,484 എന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് ഓവറോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 58,480 എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും മോർണിംഗ് ഹവേഴ്സിൽ നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു റീകവറി ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഇനി ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 25,714 എന്ന ഹഡിൽ മറികടക്കണം. അല്ലാത്ത പക്ഷം 25,000 എന്ന ഹൈ ഡിമാൻഡ് സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് കറന്റ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനറായ ശ്രീറാം ഫൈനാൻസിൽ നല്ലൊരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ്, ഏകദേശം 3% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 24 ഒക്ടോബറിലാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. 711 എന്ന ഹൈ ഡിമാൻഡ് സോൺ ആണ് ഈ ഒരു സ്റ്റോക്കിൽ കറന്റ് ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് കറന്റ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഈ ഒരു മേഖല, അതായത് ഫൈനാൻഷ്യൽ സർവീസസിൽ ഇന്ന് 0.76% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 26,922 എന്ന ഹൈ ഡിമാൻഡ് സോൺ ഇന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോപ്പർ റീകവറി ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അത് ലാസ്റ്റ് 3-4 ഡേയ്സ് ആയിട്ട് ഒരു സെൽ ഓഫ് ആയിരുന്നെങ്കിൽ ഇന്നൊരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലാണ് ഈ ഒരു മേഖലയിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ സർവീസസ് ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് കറന്റ് അനലിസ്റ്റുകൾ രേഖപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി മൂന്നാം ദിവസവും ഇടിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും മുഹമ്മദ് സഫ്വാനാണ്. ഇനി മറ്റു പ്രധാന വാർത്തകളിലേക്ക് പോകാം. ബാങ്കുകളിൽ ഇനി വെള്ളിയും പണയം വെക്കാമെന്ന് റിസർവ് ബാങ്ക്. പുതിയ നിയമം അടുത്ത വർഷം ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വരും. വെള്ളി പണയമായി സ്വീകരിക്കാൻ സാധിക്കുക വാണിജ്യ ബാങ്കുകൾ, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ, സഹകരണ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുമാണ്. സ്വർണത്തിന്റേതുപോലെ വെള്ളിക്കും വിപണി വിലയുടെ 85% വരെയാകും വായ്പ അനുവദിക്കുക. 2.5 ലക്ഷം രൂപ വരെയാണ് ഈ തരത്തിൽ വായ്പ നൽകുക. 2.5 ലക്ഷത്തിലധികം തുകയാണെങ്കിൽ വിലയുടെ 80% നൽകുക. 5 ലക്ഷത്തിനു മുകളിലാണ് വായ്പയെങ്കിൽ 75% തുക മാത്രമേ ലഭിക്കൂ. പരമാവധി 10 കിലോഗ്രാം വെള്ളി വരെ ഈടായി സ്വീകരിക്കാമെന്നും റിസർവ് ബാങ്കിന്റെ സർക്കുലർ വ്യക്തമാക്കുന്നു. വെള്ളി കോയിനുകളാണെങ്കിൽ ഈടായി സ്വീകരിക്കാവുന്നത് പരമാവധി 500 ഗ്രാം ആണ്. വായ്പയുടെ തിരിച്ചടവ് കാലാവധി 12 മാസമായിരിക്കും. വെള്ളിയിൽ നിക്ഷേപിച്ച ETF-കൾക്ക് വായ്പ ലഭിക്കില്ലെന്നും റിസർവ് ബാങ്കിന്റെ സർക്കുലർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. F&O, ഷോർട്ട് സെല്ലിംഗ്, ഷെയർ ബൈബാക്ക് തുടങ്ങിയ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് സെബി. ലക്ഷ്യം വിപണിയിലേക്കുള്ള പണമൊഴുക്ക് വർദ്ധിപ്പിക്കലും നിക്ഷേപക ആത്മവിശ്വാസം ഉയർത്തലും. ഇന്ത്യൻ ഓഹരി വിപണി പരിഷ്കാരത്തിന്റെയും വളർച്ചയുടെയും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
അതിനാൽ F&O ഡെറിവേറ്റീവുകൾക്ക് കൂടുതൽ ഡാറ്റാധിഷ്ഠിതവും ആഗോളതലത്തിൽ വിന്യസിക്കപ്പെട്ടതുമായ ഒരു സംവിധാനം ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായാണ് നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് സെബി ചെയർമാൻ തുഹിൻ പാണ്ഡെ പറഞ്ഞു. സെബി സമതുലിതമായ നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നത്. F&O ട്രേഡുകൾക്കായുള്ള പ്രതിവാര സെറ്റിൽമെന്റുകൾ വിപണിയെ കൂടുതൽ പ്രവചനാതീതമാക്കിയിട്ടുണ്ട്. ഇവ സെബിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ തുടരും. നിക്ഷേപകർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഓഹരി വായ്പ നൽകാനും കടം വാങ്ങാനും കഴിയുന്ന തരത്തിൽ സെക്യൂരിറ്റീസ് ലെൻഡിംഗ് ആൻഡ് ബോറോയിങ് മെക്കാനിസം മെച്ചപ്പെടുത്തും. വ്യക്തവും കൂടുതൽ നിക്ഷേപ സൗഹൃദപരവുമാക്കുന്നതിന് ബൈബാക്ക് നിയമങ്ങൾ അവലോകനം ചെയ്യുന്നുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിൽ ഇപ്പോൾ ശക്തമായ ആഭ്യന്തര നിക്ഷേപക അടിത്തറയുണ്ടെന്നും പാണ്ഡെ പറഞ്ഞു. ഇന്ത്യൻ കുടുംബങ്ങളും സ്ഥാപനങ്ങളും കൂടുതൽ നിക്ഷേപം നടത്തുന്നു. ഇത് വിപണിയെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കുകയും വിദേശ നിക്ഷേപകരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ഇപ്പോഴും GDPയുടെ 25% താഴെയാണ്. അതായത് അവയ്ക്ക് വളരാൻ വലിയ ഇടമുണ്ട്. അതിനാൽ ഗ്രാമീണ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ബോധവൽക്കരണ നടപടികൾ ആരംഭിക്കുമെന്നും പാണ്ഡെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങി ട്രംപ്. സന്ദർശനം അടുത്ത വർഷമെന്ന സൂചന. മോദിയെ മഹാനായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ച് ട്രംപ്. മോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഏതാണ്ട് നിർത്തി. അദ്ദേഹം എന്റെ സുഹൃത്താണ്. അതിനാൽ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിച്ചു. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നുമാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ ധാരണയിലെത്താതെ നീണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവനയെന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള തന്റെ ചർച്ചകൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു. കനത്ത തീരുവ ചുമത്താനുള്ള US തീരുമാനത്തെ തുടർന്ന് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിനെ ചൊല്ലിയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയത്. റഷ്യയുമായുള്ള വ്യാപാരം നിർത്തുന്നതിന് പിന്നാലെ തന്നെ അമിത തീരുവ പിൻവലിക്കുമെന്നാണ് മുൻപ് ട്രംപ് വാഗ്ദാനം നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST നിയമ ഭേദഗതി 2026 ധനകാര്യ ബില്ലിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഫാസ്റ്റ് ട്രാക്ക്, GST രജിസ്ട്രേഷൻ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി ഘടന എന്നിവയിൽ മാറ്റം വരും. ബിസിനസ് സൗഹൃദപരമായ നികുതി ഘടനയാണ് ഭേദഗതിയുടെ ലക്ഷ്യം. സംരംഭങ്ങൾക്കുള്ള പണലഭ്യത മെച്ചപ്പെടുത്തുന്നതും ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നു. 90% ഓട്ടോമാറ്റിക് റീഫണ്ടും ഇതിന്റെ ഭാഗമായി ഉണ്ടാവും. നികുതി ഘടനയിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലെയും സങ്കീർണതകൾ കുറച്ച് ലളിതമാക്കണമെന്നത് വ്യാപാരികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. സാങ്കേതിക പരിജ്ഞാനം കുറവുള്ള ചെറുകിട വ്യാപാരികളാണ് ഏറെ വലഞ്ഞിരുന്നത്. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പിഴവുകൾ സംഭവിച്ചാൽ തിരുത്തലിന് അവസരം വേണമെന്നതും വ്യാപാരികളുടെ ആവശ്യമാണ്. നികുതി സ്ലാബുകളിലെ മാറ്റത്തിനൊപ്പം GST രജിസ്ട്രേഷനിലെയും പിരിച്ചെടുക്കുന്നതിലെയും തിരിച്ചടവിലെയും സങ്കീർണതകൾ കുറയ്ക്കുന്ന സമഗ്ര പരിഷ്കാരമാണ് അധികൃതർ ലക്ഷ്യമിടുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കി. കൂടുതൽ സംരംഭകരെ GST വലയത്തിലേക്ക് കൊണ്ടുവരാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഹന വിൽപ്പന റെക്കോർഡ് ഉയരത്തിൽ. വാഹന രജിസ്ട്രേഷൻ 40.5% ഉയർന്ന് 4.02 ദശലക്ഷം യൂണിറ്റിലെത്തി. ഉത്സവകാല ആഘോഷങ്ങളും GST പരിഷ്കാരങ്ങളും ചേർന്ന് ഒക്ടോബറിൽ ഇന്ത്യയിലെ വാഹന വിൽപ്പന റെക്കോർഡ് ഉയരത്തിലെത്തി. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം മൊത്തം വാഹന രജിസ്ട്രേഷൻ വാർഷികാടിസ്ഥാനത്തിൽ 40.5% ഉയർന്ന് 4.02 ദശലക്ഷം യൂണിറ്റിലെത്തി. ഇത് വിവിധ ഭാഗങ്ങളിലെ ഏക്കാലത്തെ ഉയർന്ന പ്രതിമാസ വിൽപ്പനയാണ്. ദസറയും ദീപാവലിയും ഉൾപ്പെട്ട ഉത്സവ സീസൺ വിൽപ്പന വർദ്ധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇരുചക്ര വാഹനങ്ങളുടെയും യാത്രാവാഹനങ്ങളുടെയും വിൽപ്പന ആജീവനാന്ത ഉയരത്തിലെത്തി. പാസഞ്ചർ വാഹന വിൽപ്പന 5 ലക്ഷം കടന്ന് 5.57 ലക്ഷം യൂണിറ്റിലെത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 11% വർധനവാണിത്. മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ അവരുടെ ഏക്കാലത്തെ മികച്ച പ്രതിമാസ വിൽപ്പന റിപ്പോർട്ട് ചെയ്തു. 18% വിൽപ്പന വളർച്ചയോടെ മാരുതി സുസുക്കി ഇന്ത്യ 2.39 ലക്ഷം യൂണിറ്റുകളുമായി വിപണിയിൽ മുൻനിരയിൽ തുടരുന്നു. ടാറ്റ മോട്ടോഴ്സ് 13% വളർച്ചയോടെ 75,352 യൂണിറ്റുകളുടെ വിൽപ്പന രേഖപ്പെടുത്തി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 9% വളർച്ചയോടെ 67,918 യൂണിറ്റുകൾ വിറ്റു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിഞ്ഞു. ഗ്രാമിന് 50 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,185 രൂപയായി. 1 പവൻ സ്വർണത്തിന് 400 രൂപ കുറഞ്ഞ് 89,480 രൂപയായി. വെള്ളിവിലയിൽ മാറ്റമില്ല. 1 ഗ്രാമിന് 157 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ബാങ്കുകളിൽ ഇനി വെള്ളിയും പണയം വയ്ക്കാം. പുതിയ നിയമം അടുത്ത വർഷം ഏപ്രിൽ 1 പ്രാബല്യത്തിൽ.
F&O, ഷോർട്ട് സെല്ലിംഗ്, ഷെയർ ബൈബാക്ക് തുടങ്ങിയ നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് സെബി. ലക്ഷ്യം വിപണിയിലേക്കുള്ള പണമൊഴുക്ക് വർദ്ധിപ്പിക്കലും നിക്ഷേപക ആത്മവിശ്വാസം ഉയർത്തലും. ട്രംപ് ഇന്ത്യയിലേക്ക് സന്ദർശനം അടുത്ത വർഷമെന്ന സൂചന. മോദിയെ മഹാനെന്ന് വിശേഷിപ്പിച്ച് ട്രംപ്. GST നിയമ ഭേദഗതി 2026 ധനകാര്യ ബില്ലിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഫാസ്റ്റ് ട്രാക്ക് GST രജിസ്ട്രേഷൻ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി ഘടന എന്നിവയിൽ മാറ്റം വരും. വാഹന വിൽപ്പന റെക്കോർഡ് ഉയരത്തിൽ. വാഹന രജിസ്ട്രേഷൻ 40.5% ഉയർന്ന് 4.02 ദശലക്ഷം യൂണിറ്റിലെത്തി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.